ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. എൻ്റെ പേര് ടാനിയ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി ഉയർത്തിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ 2022 ഡിസംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. നേഴ്സിംഗ് പഠനം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അതിനുശേഷം നേഴ്സിംഗ് പഠിച്ചു കഴിയുകയും പുറത്ത് ജോലി ചെയ്യണമെന്നായിരുന്നു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അതിൻ്റെ ഫലമായി OETക്ക് അഡ്മിഷൻ എടുത്തു. OETക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. എത്ര പഠിച്ചിട്ടും എനിക്ക് വേണ്ട സ്കോർ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതി. പരീക്ഷ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും അതിൻ്റെ ഓരോ ആൻസറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സ്ട്രെസ്സായിരുന്നു. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ തന്നെ റിസൾട്ട് വരികയും എനിക്ക് ലിസണിങ് കിട്ടിയില്ല, ഞാൻ തോറ്റുപോയി. അത് വളരെയധികം സങ്കടം ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയത്തില്ലായിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്യണോ, ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ എന്നറിയത്തില്ല. പക്ഷേ ഒന്നും കൂടെ OET പഠിക്കാൻ വളരെയധികം പേടിയായിരുന്നു. അങ്ങനെ വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വന്നു, ജർമ്മൻ പഠിക്കാം. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ജർമ്മൻ പോകുന്നുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ജർമ്മൻ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ, സ്കോപ്പുണ്ട്, നമുക്ക് ജർമ്മൻ നോക്കാമെന്ന്. പക്ഷേ ഓൾറെഡി ഒരു ഫെയിലിയർ ഉണ്ടായത് കൊണ്ട് ജർമ്മൻ പഠിക്കുന്നത് എനിക്ക് വളരെ ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെയും അമ്മേൻ്റെ അടുത്ത് ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ തന്നെ എനിക്കൊരു സെൻറ്റർ നൽകണം, എക്സാം എവിടെ എഴുതണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അമ്മ തന്നെ പറഞ്ഞു തരണം, തിരുക്കുമാരനോട് ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തന്നെ എനിക്കൊരു സെൻറ്റർ എടുത്തു തന്നു, കണ്ണൂർ. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടായിരുന്നു. എന്ന് നമുക്ക് കുമ്പസാരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജർമ്മൻ പഠിക്കാൻ പോയതുകൊണ്ട് തന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അവിടെ കുർബാനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ പരിശുദ്ധ അമ്മേനോടും ഈശോനോടും ഒത്തിരി അടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ അമ്മയോട് തന്നെ ചോദിച്ച് എക്സാം സെൻറ്റർ എടുത്തു. ഡൽഹിയിലാണ് എക്സാം സെൻറ്റർ എടുത്തത്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാം എന്നോട് ചോദിച്ചു, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഹിന്ദി അറിയാതെ അവിടം വരെ പോകും? അപ്പോൾ എന്തോ ഒരു ധൈര്യം, ഞാൻ എൻ്റെ കൊന്ത പിടിച്ച് അതിലുള്ള കാശുരൂപം കാണിച്ചിട്ട് അവരോട് പറയും, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വരും, ഒരു വ്യക്തിയെപ്പോലെ, എൻ്റെ ചാച്ചനമ്മേനെ പോലെ അമ്മ എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടി വരും, അമ്മ എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതി കൊടുക്കും, എന്നെ പാസ്സാക്കുമെന്ന് ഞാൻ പറയും. അപ്പോൾ അവർ പറയും, ധൈര്യം നല്ല ധൈര്യമാണ്, പക്ഷേ ആരെങ്കിലുമൊക്കെ കൂട്ടിന് കൊണ്ടുപോകണം, ഹിന്ദി അറിയത്തില്ല. പിന്നെ ഞാൻ B1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് B2 പരീക്ഷ എഴുതുന്നത്. ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മേനെ കൂട്ടി വിളിച്ച് സഞ്ചാരി മാതാവിൻ്റെ കൂടെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ഡൽഹിയിൽ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ 2 മൊഡ്യൂളാണ് ഞാൻ എഴുതിയത്, ലേസണും ഹ്യോറനും. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പരിശുദ്ധ അമ്മ കൂടെ വന്ന് പരീക്ഷ എഴുതിയാൽ എന്തായാലും പരീക്ഷ പാസ്സാവുന്ന ഒരു കോൺഫിഡൻസ് ലഭിച്ചു. അങ്ങനെ പിന്നെയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ജർമ്മൻ എക്സാം എഴുതുന്നതിന് മുൻപ്, ജർമ്മൻ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ദിവസം സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ അതിനകത്ത് എന്നെ ഫോൺ ചെയ്യുകയാണ്. എന്നോട് ചോദിക്കുന്നു, ടാനി അല്ലേ, നീ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറില്ലേ, ഉടമ്പടി എടുത്തല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു, രണ്ടാമത് അത് പുതുക്കി. പക്ഷേ ഞാൻ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജപമാല നിരന്തരം ചെല്ലും, പ്രാർത്ഥിക്കും, പക്ഷേ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ ചിലപ്പം കാരുണ്യ പ്രവർത്തികൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്താലേ അനുഗ്രഹം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി, എല്ലാം ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ലേസണും ഹ്യോറിനും പാസ്സായതിനു ശേഷം സ്പ്രഹനും ഷ്രൈബനും ഡേറ്റ് എടുത്തു. 2 വട്ടം ഞാൻ എക്സാം എഴുതി. ലേസണും ഹ്യോറിനും ജയിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 2 വട്ടം ഞാൻ തോറ്റുപോയി. ഷ്രൈബൻ റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫ്. അതിന് 60 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. പക്ഷേ ഞാൻ എങ്ങനെ എഴുതിയിട്ടും എനിക്ക് 28-29 മാർക്ക് ലഭിക്കുന്നുള്ളൂ. ഞാൻ നിരന്തരമായിട്ട് പിന്നെയും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ട് ഈ ഷ്രൈബൻ എനിക്ക് പാസ്സാകാൻ പറ്റുന്നില്ലല്ലോ. സ്പ്രഹൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഷ്രൈബൻ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എങ്ങനെ അത് പഠിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് 60 മാർക്ക് തന്നാൽ മതി, 61 വേണ്ട, 59 വേണ്ട, 60 മാർക്ക് എനിക്ക് തരണം. 60 മാർക്ക് കറക്റ്റ് പാസിംഗ് മാർക്കാണ്. അത് തന്നാൽ അമ്മ തന്നെയാണ് എൻ്റെ കൂടെ വന്ന് പരീക്ഷ എഴുതിയെന്നും അമ്മ തന്നെയാണ് എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നതും ഞാൻ വിശ്വസിക്കാം. അമ്മ എനിക്ക് 60 മാർക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ചെന്നൈയിൽ ഡേറ്റ് കിട്ടി. ചെന്നൈയിലേക്ക് പോകുമ്പം ഇവിടുന്ന് തമിഴ് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. എക്സാം സെൻറ്ററിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഈ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും.
അവർക്ക് വായിക്കാൻ അറിയാവോ, തമിഴ് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണോ, ഇത് വായിക്കുമോ, അത് സീരിയസ് ആയിട്ട് എടുക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനത് കൊടുക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി നിന്ന് പത്രങ്ങൾ വെച്ച് അതിനകത്ത് തൈലം തേച്ച് പ്രാർത്ഥിക്കും. അമ്മേ, ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം, ഇത് വെറുതെ അവരെ റോട്ടിലൊന്നും വലിച്ചെറിയരുത്. അങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഈ പേപ്പർ ആരെങ്കിലും നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര അവസ്ഥയിലാണെങ്കിൽ ഞാനത് എടുത്തോളാം. അമ്മ അത് അങ്ങനെ നിലത്തിടുവാണെങ്കിൽ അത് എൻ്റെ മുൻപിൽ തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ ആ വഴി കൂടെ തന്നെ 2-3 വട്ടം നടന്നു, ആരും ഇട്ട് കണ്ടില്ല. കേരളത്തിൽ നമ്മളിവിടെ പത്രം കൊടുക്കുന്നതിനൊക്കെ ആവേശം കൂടുതലായിരുന്നു. എല്ലാവരും ഓടി വന്നത് എന്താ പത്രം, ഇത് ആരാന്ന് ചോദിക്കും. ഞാൻ പറയും വേളാങ്കണ്ണി മാതാവിനെ പോലെ ഒരു അമ്മയാണ്, കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള അമ്മയാണ്, ഒത്തിരി അനുഗ്രഹം തരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ ചെന്നൈയിൽ എക്സാം എഴുതി. എൻ്റെ കൂടെ വേറെയും പിള്ളേരുണ്ടായിരുന്നു. എക്സാം എഴുതിയതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ അവരുടെ എല്ലാം പാസ്പോർട്ട് എടുത്ത് വെഞ്ചരിച്ച് ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പാസ്സായി. എനിക്ക് ഷൈബിന് കറക്റ്റ് 60 മാർക്കാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചു. എൻ്റെ മുൻപിൽ വെച്ചവർക്കും പിന്നിൽ വെച്ചവർക്കും വിസ 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും ലഭിച്ചു. പക്ഷേ എൻ്റെ വിസ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് പിന്നെയും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഇവിടെ അഖണ്ഡ ജപമാല റാലി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാം. അപ്പോൾ അമ്മ എന്തായാലും ഉത്തരം നൽകും. കുറേ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്, നമുക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച 25-ാം തീയതി ഞങ്ങളിവിടെ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, പക്ഷേ വളരെ എളുപ്പമായിട്ട് ഇവിടം വരെ നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ മമ്മി ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് വിസയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വേണം, ഒരു ഇമെയിൽ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശനിയാഴ്ച ഞങ്ങൾ രാത്രി പോയി, ഞായറാഴ്ച ദിവസം മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച 10:06 ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു വിസ ഡിസ്പാച്ച് ആയിന്ന്. അത്രയും നാളും വരാതിരുന്ന ആ വിസ ഇവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. അങ്ങനെ എനിക്ക് പുറത്തേക്ക് പോകാൻ, ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള ഓൾഡ് ഏജ് ഹോം, വയനാട്ടിലുള്ള ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവിടുത്തെ പ്രായ അമ്മച്ചിമാർക്ക് ഇവിടുത്തെ കാശ് രൂപം കൊന്തയിൽ കെട്ടിക്കൊടുക്കും, അവരുടെ അടുത്തിരുന്ന് പത്രം വായിച്ചു കൊടുക്കും. ഇവിടുന്ന് കുറേ പത്രങ്ങൾ കൊണ്ടിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടുത്തെ വചനങ്ങൾ, അച്ഛൻ ഈ ഡെയിലി ബ്രെഡിൽ പറയുന്ന വചനങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് എടുത്ത് അത് സ്റ്റാറ്റസ് ഇടും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ പ്രാർത്ഥനാ സഹായമായിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെപ്പോലെ B2 ഒക്കെ പാസ്സാവാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ എക്സാം സെൻറ്ററിലോട്ട് വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ മാതാവിനെ പറ്റി അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ എക്സാം സെൻറ്ററിൽ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന കാണുമ്പോൾ അവരെന്നോട് ചോദിക്കും, ചേച്ചി എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഞാൻ എൻ്റെ ആൻസറൊക്കെ ജപമാലയിൽ കോഡ് ചെയ്യാണ്, ഇതിനകത്ത് ഞാനെല്ലാം കോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എക്സാമിൻ്റെ ടൈമിൽ മാതാവ് എനിക്ക് അടുത്തിരുന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ അവർ പറയും അതെന്താ ടെക്നിക്ക്. അപ്പം ഇത് എക്സാമിന് മുൻപ് ഞാനിങ്ങനെ ഉപ്പും തൈലം എടുത്ത് അവർക്കെല്ലാം ഇത് നെറ്റി തേച്ച് കൊടുക്കും, പാസ്പോർട്ടേക്ക് തേച്ച് കൊടുക്കും. എന്നിട്ട് പറയും ആൻസറെല്ലാം ജപമാലയാക്കി ഞാൻ ചെല്ലും, അത് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും, അമ്മ എനിക്കത് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ അവർ പറയും അത് കൊള്ളാലോ, ഞങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജപമാലേനെ പറ്റിയും പരിശുദ്ധ അമ്മേനെ പറ്റിയിട്ടും കൃപാസനത്തെ പറ്റിയിട്ടൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു കഴിയുമ്പം എല്ലാവരും എന്നെ വിളിച്ച് പറയും ചേച്ചി പാസ്സായി, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ലഭിച്ചു, പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് വിജയം ലഭിച്ചു, ചേച്ചി എന്ന് പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 4-ാം തിരുവചനം. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. നമുക്കറിയാം, ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം സാക്ഷ്യങ്ങളിൽ യൂട്യൂബിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. താനിയ ഇവിടെ വന്ന് ഉടമ്പടിയെടുക്കുമ്പോൾ വളരെ നിരാശ നിറഞ്ഞൊരു മനസ്സോടുകൂടിയാണ് ഉടമ്പടിയെടുത്തത്. OET പല പ്രാവശ്യം എഴുതി, വീണ്ടും ജർമ്മൻ പരീക്ഷയ്ക്ക് എഴുതാനൊരുങ്ങി. തനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. ഇവിടെയെല്ലാം താനിയയ്ക്ക് പറയാനുള്ളത്, ഞാൻ യാതൊരു മെറിറ്റുമില്ലാതെ പരീക്ഷ എഴുതി, കൃപയാൽ മാത്രം എനിക്ക് ലഭിച്ച ഒരു വലിയ അവാർഡാണ്, ഒരു വലിയ സമ്മാനമാണ് ഈ ഉടമ്പടി സമ്മാനം എന്നാണ് ഈ വിസ എന്ന് താനിയ അവിടെ തറപ്പിച്ച് പറയുന്നു. താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും
തനിക്കറിയാത്ത ഭാഷയുള്ള സ്ഥലങ്ങൾ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നപ്പോഴും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വരും. എൻ്റെ പരീക്ഷകൾ എല്ലാം എഴുതാനായി ഞാൻ തമിഴ്നാട്ടിൽ പോയാലും എവിടെ പോയാലും പരിശുദ്ധ അമ്മ എനിക്ക് കൂട്ടിനുണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസത്തോടെയാണ് ഈ മകൾ പോകുന്നത്. അത് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഉറപ്പാണ്. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ വളരെ ധൈര്യപൂർവ്വം ചെയ്യാൻ നമുക്ക് പരിശുദ്ധ അമ്മ കൂടെ വരുമ്പോൾ ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്, ഒരു മനോധൈര്യം. നമുക്ക് എവിടെയും കയറി ചെല്ലാനും ആരോടും സംസാരിക്കാനും നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെയുള്ള നമുക്ക് ലഭിക്കുന്ന ഉറപ്പും ധൈര്യവും ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. താനിയെ പറയുന്നുണ്ട്, എൻ്റെ പരീക്ഷകളും ആൻസറും എല്ലാം ഞാൻ ജപമാലയിൽ കോർത്തിണക്കിയാണ് പരീക്ഷ എഴുതിയത്. ഇന്ന് ലഭിച്ചിരിക്കുന്ന മകൾക്ക് ലഭിച്ചിരിക്കുന്ന വിസ വിദേശത്തേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല, അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിസ കൂടിയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ഈ മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ അഖണ്ഡ ജപമാലയിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. ഓരോ മക്കളും ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കും തന്നെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടന്ന അഖണ്ഡ ജപമാലയുടെ സാക്ഷ്യങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. കാരണം ഈ മകൾ ശനിയാഴ്ച അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു, ഞായറാഴ്ച അവർ ജപമാല ചൊല്ലിക്കൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, തിങ്കളാഴ്ച അവർക്ക് വിസ ഡിസ്പാച്ച്ഡായി എന്ന ഒരു വലിയ മെസ്സേജ് നൽകി. തനിക്കുള്ളൊരു കുറവ് എന്താണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറയുന്നത്, നീ കാരുണ്യ പ്രവൃത്തികൾ നന്നായി ചെയ്യണം. പരിശുദ്ധ അമ്മ നമ്മെ സ്വപ്നത്തിലൂടെ എല്ലാം എങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കും. നമുക്കുള്ള കുറവ് എന്താണ്, നാം നിബന്ധനകളിൽ എപ്പോഴെല്ലാം വീണു പോകുന്നുവോ ഉടമ്പടി നമുക്കതിന് ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കും, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നിത്യതയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ ഉടമ്പടിയെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും ക്രമപ്പെടുത്തുവാനുമെല്ലാം പരിശുദ്ധ അമ്മ ഈശോയെ നമ്മെ അനുഗ്രഹിക്കട്ടെ. താനിയേക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.